എല്ലാവർക്കും നമസ്കാരം. ശ്രീ മോഹൻ ചേട്ടൻ്റെ സിനിമകൾ കഥ പറയുമ്പോൾ മുതൽ പുറത്തു നിന്ന് കാണാനുള്ള അവസരങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം ഉണ്ടാക്കാറുള്ളതെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സീക്വലുകളിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ളൊരു സിനിമകളിൽ ഒന്നായിരിക്കും ഇത് എന്നെനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം വളരെ ചെറിയ തോതിൽ ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു കഥയായിരുന്നു അത് പറഞ്ഞപ്പോൾ. എല്ലാ കുട്ടികൾക്കും എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഈ സിനിമ ഒരു വലിയ സമർപ്പണമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഭാഗം ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും ധന്യതയും ഉണ്ട്. സന്തോഷം. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ചടങ്ങിനെത്തിയ എല്ലാവർക്കും എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ സിനിമയ്ക്ക് മൈ ഗോഡ് എന്ന് ഞാൻ പേരിട്ടതിന് ശേഷം ചിലർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഓ മൈ ഗോഡ് എന്ന് ഇടാതെന്ന് ചോദിച്ചു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ ഈശ്വരവിശ്വാസിയായിരുന്നു. ഇടക്കാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ
നിരീശ്വരവാദിയായി, യുക്തിവാദി സംഘമായി, പിന്നെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഈശ്വര വിശ്വാസിയായി. ഇപ്പോൾ അതങ്ങനെ തുടരുന്നു. നമ്മൾ ഈ പുരാണങ്ങൾ വായിച്ച് പഠിച്ച, അല്ലെങ്കിൽ നമ്മൾ പുരാണ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകുന്ന ദൈവങ്ങളെയൊന്നും ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും പലരും അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അമ്മയായിട്ടോ സഹോദരിയായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദരി ഭർത്താവായിട്ടോ ഒക്കെയാണ് ഈ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ആണ് ഈ കഥയുടെ ചില ഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ് ഈ ഗോഡ്, മൈ ഗോഡ് എന്ന ഒരു പേരിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് എല്ലാവരും പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് നമ്മളുൾപ്പെടെ നമ്മുടെ പേരൻസ്, രക്ഷിതാക്കൾ കുട്ടികളെ മേലെ ചെലുത്തുന്ന സ്വാധീനമല്ല സമ്മർദ്ദം. ആ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഈ സിനിമയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. മാണിക്കക്കല്ല് എന്ന സിനിമ ഞാൻ ചെയ്യുമ്പോൾ ആ സിനിമയുടെ ചർച്ചാവേളകളിൽ എൻ്റെ മനസ്സിൽ തോന്നിയ, എനിക്ക് മാണിക്കക്കല്ല് എന്ന സിനിമയിൽ എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ചിലതാണ് ഇതിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു അധ്യാപകനായിരുന്നു ആഗ്രഹം. എൻ്റെ ചേച്ചിക്ക് ഞാനൊരു കോളേജ് പ്രൊഫസറാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ എൻ്റെ ആഗ്രഹം സിനിമയായിരുന്നു. അതാണ് ഓരോ കുട്ടിക്കും ഒരു സ്വപ്നമുണ്ട് എന്ന് പറയുന്നത്. ആ ഒരു സ്വപ്നം എന്താണ് എന്ന് എൻ്റെ വീട്ടുകാർക്കൊക്കെ ബോധ്യപ്പെട്ടത് ഞാൻ സിനിമയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം നമ്മുടെ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന സ്വാധീനം, നമ്മൾ അച്ഛനമ്മമാരുടെ സ്വപ്നത്തിനനുസരിച്ച് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ചെറിയ കുഞ്ഞുങ്ങളുടെ തലയിൽ കെട്ടിവെക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ വളരെ ലളിതമായ രീതിയിൽ, അത് ഒരു നന്മയുടെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളും അവരുൾപ്പെടെയുള്ള എല്ലാ ഫാമിലികൾക്കും എൻ്റെ ഭാഷയിൽ പറയാനാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. അതിന് കഴിഞ്ഞ സിനിമകളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സപ്പോർട്ടും എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു നല്ല സിനിമ ഉണ്ടാക്കാനുള്ള എൻ്റെ ശ്രമത്തിൽ എൻ്റെ നാട്ടുകാരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആണ് ഈ സിനിമയിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ പ്രൊഡ്യൂസറെ കുറിച്ച് പറയുമ്പോൾ, സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി വന്നവരല്ല. ഈ ടൈറ്റിൽ കാണുന്ന മഹി പുതുശ്ശേരിയും ഷൈനയും അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തായ രവീന്ദ്രൻ ഗോകുലും. ഈ കഥയുടെ തുടക്കം മുതൽ ഈ കഥ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ ആയിത്തീരണമെന്ന് ഒക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തന്ന് എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഒരു ഘട്ടം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഈ കഥ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അവരൊരു നിർമ്മാതാവിൻ്റെ കുപ്പായമണിഞ്ഞ് ഇവിടെ ഷൈൻ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നവരല്ല. ഇതൊരു നല്ല സിനിമയായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്, അങ്ങനെ ആയിത്തീരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ സിനിമ നിർമ്മിക്കാൻ ഇവിടെ തയ്യാറായത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ അവർക്ക് ഈ നന്ദി പറയാനുള്ള അവസരം ഉപയോഗപ്പെടുന്നു. പിന്നെ ഇതിലെ പ്രധാന കഥാപാത്രമായ ആദിരാജ ഭട്ടതിരിപ്പാട് എന്ന ക്യാരക്ടർ ചെയ്യുന്ന ശ്രീ സുരേഷ് ഗോപി ചേട്ടനും ഈ കഥ കേട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ കഥ ഞാൻ നായകനായിട്ടുള്ള സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കൂ എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഈ സിനിമ ഞാൻ ചെയ്യും, കാരണം ഇത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയാണ്. നിങ്ങൾക്കറിയാം, ശ്രീ സുരേഷ് ഗോപി ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഈ സമൂഹത്തിൻ്റെ എൻ്റെ ഉള്ളിൽ കയറി ചെന്ന ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് അദ്ദേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണവും തുറന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.